എന്തോ എന്താ നിന്റെ മാത്രം ശൃംഗാരം? നീ എന്താ മാജിക് കാണിക്കുന്ന? അല്ല, 3 കൊല്ലം കുത്തിയതല്ലേ. ടൈപ്പടിയുടെ ശബ്ദം കേട്ടപ്പോ എന്നോ ഉപേക്ഷിച്ച ആഗ്രഹങ്ങളെ തേടി എന്റെ മനസ്സ് ഞാൻ അറിയാതെ യാത്ര ചെയ്തു. നല്ലപോലെ ഡ്രസ് ചെയ്ത് ഒരു ടൈ കെട്ടിയ സ്റ്റെനോ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു ഗോപു. പിന്നെ നമുക്കെല്ലാം കഴിക്കണ്ടേ? അടിമപ്പണിയാണ് നീ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. മനസ്സിന്റെ ആഗ്രഹം അവിടെ കിടക്കുന്നു, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ കിടക്കുന്നു. കാശിത എന്തിന് പറഞ്ഞാ പോരെ? ആരോട് പറയാൻ? മുരുകനല്ലേ മേടിക്കുന്നത്? ഏത് മുരുകനായാലും ഈ പറഞ്ഞിട്ടുള്ള പരിപാടി വേണ്ട. കാശുണ്ടല്ലോ, പിന്നെന്താ തന്നാല്? എന്തോ സാറുണ്ട് വെച്ചിരിക്കുന്നോ? ഒരുമാതിരി വട്ടിപ്പണക്കാരന്റെ സ്വഭാവം കാണിക്കല്ലേ ഗോപു. നിനക്ക് ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. കാശില്ല എന്ന എടെ മോന്ത കണ്ട ഞാനാ വായിരിക്കുന്ന കേൾക്കും വേണം. കാശിട് കാശിട് കാശെടുക്കാം. ലൂസ് ആണെങ്കിൽ എനിക്ക് മതി, അല്ലാതെ ഇതുപോലെ ഇറുകി പിടിച്ചോന്നും എനിക്ക് വേണ്ട. ചേട്ടാ, ഇതാ ലേറ്റസ്റ്റ് ഫാഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊന്ന് ട്രൈ നോക്കണം സാർ. ഇവിടെ അപ്പുറത്തെ ഡ്രസ്സിന്റെ മുകളിൽ. ഇതാ ഞാൻ അപ്പോഴേ പറഞ്ഞ എനിക്ക് ഈ സാധനമൊന്നും പറ്റൂലെന്ന്. ഒരൊറ്റ എണ്ണം കയറുന്നില്ല. അതെ, കുറച്ചുകൂടെ ഈ പിന്നെ ലൂസായിട്ടുള്ള വല്ലതും ഉണ്ടോ? പൈജാമ മാറ്റി അതിനെ തുണിയെടുത്ത് വെക്കണം. വായേട്ടാ, നമുക്ക് വേറെ പോയി നോക്കാം. ഇന്ന് വളരെ മോശം. രാത്രി വെട്ടം കാണാൻ. പിന്നെ ഇതിനൊന്നും അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. അയ്യോ അളിയ, ഇത് എങ്ങനെ സാധിച്ചു? ഞാൻ പിന്നെ ചെറുക്കാനാണോ വേഷം കെട്ടി ഇറങ്ങുന്നത്? നല്ല സ്റ്റൈലായിട്ട്. നല്ല തുണിയാ. പിന്നെ അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഊര് പാൻറ് ഊരാൻ ചിരിച്ച് കാണിക്കൊന്നും വേണ്ട. അതെന്താ പരിപാടിയാ? ഞാനല്ലേ അടിച്ചോണ്ട് വന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് തീട്ടാ മതി. എടാ, നിന്നെ കാട്ടി എനിക്കല്ലേ ചേരുന്നത്. വേണ്ട വേണ്ട, വിഷയമൊന്നും മാറ്റണ്ട. ഊരങ്ങോട്ട്. വേണ്ട വേണ്ട, നീ കറുത്ത വേനട്ടോ. ഒരു ഔദാര്യം. ഇന്നലെ ചോദിച്ചപ്പോ എന്തൊരു ഡിമാൻഡായിരുന്നു. എല്ലാം നിനക്ക് ആദ്യം വേണം. ഞാൻ എന്താ പിച്ചക്കാരനാ? അങ്ങനെ ഇപ്പൊ കളിക്കട്ടെ. അളിയ, ഇന്ന് മറ്റേ പാർട്ടി വരും. ഏത് മറ്റേ പാർട്ടി? ഞാനൊന്ന് പറഞ്ഞില്ലേ ഹോട്ടലിൽ വെച്ചൊരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടെന്ന്. അതിന് അവളിന്ന് രാവിലെ ഒരു 9:10 ആവുമ്പോ ഷോപ്പിങ്ങിന് വരും. വീണ് കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടളിയാ. വേണ്ടെങ്കി വേണ്ട, ഞാനങ്ങും പോടില്ല. എന്നെ ഇട്ട് ഈ കുരങ്ങ് കളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അധികം കാലം നടക്കൂല. പോയിട്ട് വാ. പോയച്ചു വരാനാ? നീ കൂടെ വാ. ഞാൻ എന്താ വരുന്നത്? നീ അല്ലേ എന്റെ ഒരു ധൈര്യം. ചാർലി, കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യണം വിചാരിച്ചിരിക്കുക. എന്തോന്ന്? ആ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പെമ്പിള്ളാരുടെ ധാരണ ഞാൻ നിന്റെ വേലക്കാരനാണെന്നാ. രാവിലെ ഞാൻ ചായ വാങ്ങിച്ചോണ്ട് വരിക, കുറച്ച് നീ ഡ്രസ് ചെയ്ത് കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങുക, ഞാൻ ശെങ്കിടിയായിട്ട് പുറകെ വരിക. നിന്റെ ഈ അഭ്യാസം കാരണം ഒരൊറ്റ എണ്ണം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അറിയോ? അതൊന്ന് മാറ്റിയെടുക്കണമല്ലോ. ഇപ്പൊ അവരുടെ ധാരണയൊക്കെ മാറിക്കാണും. മാറുവോ? നീ വേഗം കളിയാ. ഞാനിപ്പോ റെഡിയാ. ചെല്ലേ പോരാടി. ചാർലി, വേഗം വന്നേ. റിസീറ്റ് കുറ്റിയല്ല. എന്തോ ഇത് കത്തിക്ക്. കുറച്ച് കഴിയുമ്പോ വലിച്ചേണ്ടി വരുമോ?
പൂട്ട് പൂട്ടാൻ. ഒന്ന് വേഗം ആടറേ. നീയല്ലേ ഡെയിലി പൂട്ടുന്നത്, എനിക്കല്ലേ പരിചയം ഉണ്ടാകും. എന്നാ പിടി. വാ. അയ്യേ, വണ്ടിക്കത്തൊരു തീപ്പെട്ടി കൂടി വിടുകയല്ല. അനക്കേടായിപ്പോയി. കൈയെടു എടു കൈയെടുക്ക. കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാതെ. കാര്യമുണ്ട്, കുറച്ച് നീങ്ങിന്നോ. ഗുഡ് മോർണിംഗ്. ഹലോ. പിന്നെ ഷോപ്പിംഗ് വന്നാണല്ലേ?